CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി 15 ദിവസം നീണ്ടുനിൽക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് ചൊവ്വാഴ്ച തിരശ്ശീല ഉയരും. സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഇതോടെ തുടക്കമാകും. ചെമ്പൈ സംഗീതോത്സവം CCTV പ്രാദേശിക ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവം സുവർണ ജൂബിലിയുടെ നിറവിലെത്തിയതിന്റെ സന്തോഷം പങ്കിട്ട് തിരുവെങ്കിടം പാനയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ നിന്നും മണ്ണ് കയറ്റിയ ടോറസ് ലോറികൾ കുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ മതിയായ രേഖകളില്ലാതെയാണ് അമിതഭാരം കയറ്റി മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നതെന്ന് ആരോപിച്ചാണ് ടോറസ് ലോറികൾ തടഞ്ഞത്. തലക്കോട്ടുകര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ കേരളീയ സമൂഹവും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ടേഴ്സ് വർക്കേഴ്സ് അസോസിയേഷൻ CATU കുന്നംകുളം ഡിവിഷൻ സമ്മേളനം CV ശ്രീരാമൻ ലൈബ്രറി ഹാളിൽ സജ്ജമാക്കിയ AR ഹിതേഷ് നഗറിൽ നടന്നു. പുന്നൂർക്കുളം തങ്ങൾപ്പടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ തങ്ങൾപ്പടി സ്വദേശി കറുത്തേടത്ത് സതീഷിനെ അകലാട് 3 VK ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ പാലുവായ് സെന്റ് ആന്റണീസ് CUP സ്കൂളിൽ ഉപജില്ലാതല ശാസ്ത്ര പ്രവൃത്തി പരിചയ കലാകായിക മേളകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നവംബർ 26 ദേശീയ വീരവിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി ഒരുമനൂർ പഞ്ചായത്തിൽ 1 മുതൽ 19 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിരനശീകരണ ഗുളിക നൽകുന്നതിനായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കുന്നംകുളം സെന്റ് തോമസ് ഓർത്തഡോക്സ് കിഴക്കേ പുത്തൻപള്ളിയിൽ സഭാ ജ്യോതിസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് ഒന്നാമൻ മലങ്കര മെത്രാപ്പൊലീത്തയുടെ 208ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാകായിക ശാസ്ത്ര മേഖലകളിലെ പ്രതിഭകളെ അനുമോദിച്ചു. CPIM കടവല്ലൂർ നോർത്ത് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. വേലൂർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള സേവന സ്വയം സഹായ സംഘത്തിന്റെ 15ാം വാർഷികം കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്ര വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഴുവൻ വിളക്ക് ആഘോഷവും അന്നദാനവും നടത്തി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മിശിഹായുടെ ക്രിസ്തു രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. പഠനത്തോടൊപ്പം കായികമായി മുന്നേറുക എന്ന ലക്ഷ്യത്തോടെ ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വിദ്യാർത്ഥികൾക്കായി പുതിയ ഷട്ടിൽ കോർട്ടും പവലിയനും തുറന്നു. ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചാവക്കാട് MRRM സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ആഹ്ലാദ പ്രകടനം നടന്നു. PFRDA നിയമം റദ്ദു ചെയ്യുക, വിനാശകരമായ ലേബർ കോഡുകൾ പിൻവലിക്കുക, കാർഷിക മേഖലയെ തകർക്കുന്ന നിയമങ്ങൾ ഉപേക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചൊവ്വന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി യൂണിറ്റിലെ മറ്റം സെന്ററിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഒപ്പം 2024 എന്ന പേരിൽ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ വിശുദ്ധരുടെ തിരുനാളാഘോഷം സമാപിച്ചു. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് സെന്റ് ബെനഡിക്ട് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് അരിയും കിടപ്പുരോഗികൾക്ക് ധനസഹായവും വിതരണം ചെയ്തു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ജില്ലാ സമ്മേളനത്തിന്റെ കേച്ചേരിയിൽ മതമൈത്രി സമ്മേളനം സംഘടിപ്പിച്ചു. മരത്തങ്കോട് മേരിമാത പള്ളിയിലെ വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തു രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. എരുമപ്പെട്ടി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ മിശിഹായുടെ രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. ആലൂർ പ്രിയദർശിനി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദര സദസ്സും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിക്കുള്ള ധനസഹായ വിതരണവും നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.